ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഏറെക്കുറെ കാത്തിരുന്ന ഒരു ബ്രെയിൻ റോട്ടായ സ്ട്രോങ് ടുങ് ക്യാരക്ടറും കാര്യങ്ങളും നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗത്ത് പറഞ്ഞാലും നമ്മുടെ ഗെയിമിലേക്ക് 100 ബൈക്ക് ആഡ് ആവുന്നു. അപ്പോൾ അത് അതേപോലെ തന്നെ ആഡ് ആയിട്ടുണ്ട്. അന്ന് കുറേ പേരൊന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും അതിനെപ്പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് BMW M5 സിറ്റി മോഡും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് F1 കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. പിന്നെ മറ്റുള്ള കാറുകൾ ഊപ്പറിൽ എങ്ങനെ ഫ്ലാഗ് സെറ്റ് ചെയ്യാമെന്നുള്ളതും കൂടെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോവാണ്. പിന്നെ ഒരു ട്രാക്ടറൂടെ ആഡ് ആകാൻ പോവാണ് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക്. മൊത്തത്തിലെല്ലാം ഉണ്ട് ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തിനു വേണ്ടി കമൻസിൽ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ ആദ്യം 100 ബൈക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് പിന്നെ ചെയ്ത് വെക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഒരു സൈറ്റിലോട്ടായിരിക്കും ഗൈസ് പോകുന്നത്. സൈറ്റിലോട്ട് പോകുമ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ഞാൻ 100 ബൈക്കിനെ ടുങ്ങിൻ്റെ ഇത് ഒന്ന് തന്നെയാണ് ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ 100 ബൈക്കിനാണ് ഗൈസ് ഡൗൺലോഡ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് സൈറ്റിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ കാണിക്കും. കാണിച്ചാൽ നിങ്ങൾ ഗെയിമിൽ കയറണം. ഗെയിമിൽ കയറിയിട്ടാണല്ലോ മൊബൈൽ ഫോൺ എടുക്കുക, GS മെനു എടുക്കുക, ലോഡ് ക്ലിക്ക് ചെയ്യുക. അന്നേരം നിങ്ങൾ നിങ്ങളുടെ ഫയൽ മാനേജറിലോട്ട് പോകും. ഫയൽ മാനേജറിലോട്ട് വിട്ട് സൈഡിലായിട്ടൊരു 3 വര നിങ്ങൾ കാണാൻ സാധിക്കും. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അറിയായിരിക്കുമല്ലോ, ആ വരയെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. സൈഡിലായിട്ട് റീസെൻ്റ് കാര്യങ്ങളും ഒക്കെ എഴുതി കാണും. നിങ്ങൾക്ക് ഓപ്പൺ ഫ്രം എന്ന് പറഞ്ഞാണ് ഗൈസ്. ഓപ്പൺ ഫ്രം ഡൗൺലോഡ്സ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞൊരു ഇത് കാണും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ മോനെ നമ്മുടെ എന്നാ പറയുന്ന 100 ബൈക്ക് ഇതുപോലത്തെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ ഒരു വണ്ടിയിലും കണ്ടിട്ടില്ല ഗൈസ്. അത്രയ്ക്ക് അടിപൊളി. ഇവൻ ഇത് തന്നെ എപ്പോഴും പറയുന്നു. ഗൈസ് ഇത് ഞാൻ അങ്ങനെ പറയുന്നല്ല ഗൈസ്. ഞാൻ ചുമ്മാ എല്ലാ വീഡിയോയിലും പോസിറ്റീവ് മാത്രമേ പറഞ്ഞത്. ഞാൻ നെഗറ്റീവ് പറയണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഗൈസ്. എനിക്ക് ചിലതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതങ്ങനെ പറയുന്നല്ല ഗൈസ്. അത്രയ്ക്കും ഡീറ്റെയിലിംഗ് ആണ്. അത് സ്റ്റൈലിഷ് ആയിട്ട് തോന്നും ഗൈസ്. ഓടുമ്പോൾ മാത്രം എന്ത് ഡീറ്റെയിലിംഗ് അവർ ചെയ്തിരിക്കും. ഞാൻ നിങ്ങൾക്ക് എല്ലാ ഡോൺ ക്യാമറ വെച്ച് കാണിക്കാം ഗൈസ്. അതിന് മുമ്പേ നമുക്ക് കളർ മാറ്റാൻ പറ്റത്തില്ല ഗൈസ്. വീല് മോഡിഫൈ ചെയ്യാനും പറ്റത്തില്ല. എന്ത് ഡീറ്റെയിലിംഗ് ആണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു വണ്ടിക്ക്. കോഡിങ് അറിയാമെന്ന് ഇത്ര നന്നായിട്ട്. നിങ്ങൾ ഡോൺ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഇങ്ങോട്ട് പോകുമ്പം റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ നല്ല ലോഗോ. ഇവിടെയാണെങ്കിലോ ഹണ്ടർ 360 എന്ന് പറഞ്ഞ് കാണിക്കും ഗൈസ്. എന്ത് അടിപൊളിയാണ്. ഇവിടെ റോയൽ എൻഫീൽഡ് എന്ന് പുറകിൽ എഴുതി കാണിക്കും. മൊത്തത്തിൽ പറഞ്ഞ ഈ വണ്ടി അടിപൊളിയാണ് കേട്ടോ. അത് മാത്രമല്ല മുന്നിലായിട്ടോ മുന്നിലുണ്ട് കേസ് റോയൽ എൻഫീൽഡ് എന്ന്. പക്ഷേ ഈ അടിപൊളി കേസ്. ഞാൻ സാധാരണ പറയുന്നതല്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇത് ബ്ലാസ്റ്റ് ആവുമോ ഗൈസ്? മെഷീൻ ഗൺ എടുത്താൽ ഓ ഗൈസ് ബ്ലാസ്റ്റ് ആവുന്നില്ല. RPG എടുത്ത് നോക്കാം. വണ്ടി എവിടെ പോയി? ഗൈസ് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത് ബ്ലാസ്റ്റ് ആക്കിയ വണ്ടിയും പോവും ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ അവിടെ എന്തോ കണ്ടല്ലോ. നമ്മുടെ വണ്ടി അവിടെ കിടന്ന് കത്തി ചാമ്പനാകുന്നു. ഗൈസ് ഇനി എത്ര പേർക്ക് ഈ ഒരു ഇതൊക്കെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം. അത് എങ്ങനെ നമുക്ക് ടുങ്ങിനെ സെറ്റാക്കാമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഗൈസ്. നിങ്ങൾ ആ ലിങ്ക് എടുത്തോണ്ട് ഡൗൺലോഡ് ചെയ്യുക. ടുങ്ങിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. താഴോട്ട് പോവുക. ടുങ് GLB എന്ന് പറഞ്ഞ് കാണിക്കും. അതേ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രെയിൻ റോട്ട്സ് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഫോൺ കാണുന്നിടത്തോളം നമ്മൾ ബ്രെയിൻ റോട്ട്സ് കൂടും. അതുപോലെ ടുങ് ക്യാരക്ടർ മാത്രമല്ല ഗൈസ് ഉള്ളത്, കുറേ ഉണ്ട് ഗൈസ്. ക്യാപ്പിച്ചിനോ, ബെല്ലറിനോ, ചിമ്പാൻസിനി, ബനാനിനോ, ത്രളലയോ. ഒരാൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടു ഗൈസ്. അത് ഡാൻസിങ് ഫിഷ് അല്ല, എന്നായിരുന്നു ബ്രെയിൻ റോട്ടാണ്. അങ്ങനെ ഞാൻ ബ്രെയിൻ റോട്ടിനെ പറ്റി റിസർച്ച് ചെയ്തു. എനിക്ക് ഇതേപോലെ കുറേ പേര് കിട്ടി. ബ്രെയിൻ റോട്ട്സ് എന്താണെന്ന് അറിയാനും പറ്റി ഗൈസ്. ഇങ്ങനെ വീഡിയോ ഇടയ്ക്ക് ചെറിയ ഇൻഫർമേഷൻ ഒക്കെ തരും ഗൈസ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് ആവശ്യമുള്ളതൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഗൈസ് ഞാൻ പറഞ്ഞു തരുന്നത്. മാക്സിമം നിങ്ങൾ ഫോൺ ഉപയോഗം കുറയ്ക്കുക ഗൈസ്. അതുമാത്രം ഞാൻ വിചാരിച്ചത് ചാകത്തില്ലെന്ന് ഗൈസ്. ഇതെന്ത് പരിപാടി? ചിരിച്ചോണ്ട് ഓടി വരുന്നത് ഗൈസ്. ഈ വെറുതെ അല്ല ഗൈസ് ഇത് പവർഫുൾ ആയത്. ഒരൊറ്റ വെടി വെച്ച് കൊടുക്കണം. അത് ശരി, അത് എത്തില്ല. നമ്മൾ ചെയ്യടാ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. നമുക്ക് കൊല്ലണം ഗൈസ്. അതിനെ കൊല്ലാതെ പറ്റത്തില്ല. കൊല്ലാം. ലോഡ് ഞെക്കുക, താഴോട്ട് പോവുക. താഴോട്ട് പോടെ ടുങ് GLB സെലക്ട് ചെയ്യുക ഗൈസ്. ടുങ് ക്യാരക്ടർ ഒന്ന് RPG വെച്ച് കൊല്ലണം. മെഷീൻ ഗൺ വെച്ച് കൊണ്ടാൽ നമ്മൾ അറ്റാക്ക് ചെയ്യും ഗൈസ്. അതുകൊണ്ട് ആരോടും പറയണ്ട കേട്ടോ, ഞാൻ ഇത്രയ്ക്ക് ഇതാണ്. ഓക്കെ ഗൈസ്, നമ്മൾ RPG എടുത്തു, വെടി വെച്ചു. ഓ ഗൈസ് ഒച്ച കേട്ടായിരുന്നോ നിങ്ങൾ? വളരെ ഭീകരമായ ഒച്ചയായിരുന്നു ഗൈസ്. ഇനി നമുക്ക് ഡോൺ ക്യാമറ വെച്ച് ഇപ്പോഴത്തെ പരിപാടി എന്നാണ് നോക്കാം. ചിരിച്ചോണ്ടല്ലേ സാധാരണ അവൻ നടക്കുന്നത്. ഇനി ഇപ്പോഴത്തെ പരിപാടി എന്നാന്ന് നോക്കാം ഗൈസ്. ടുങ്ങിൻ്റെ അപ്പോൾ ഈ ടുങ്ങൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതുകൊണ്ടാണ് ഗൈസ് നമ്മുടെ ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ. നമ്മുടെ മനസ്സിലേക്ക് ഈ ടുങ്ങും അതേപോലെ തന്നെ ത്രളലയൊക്കെ അറ്റാക്ക് ചെയ്യാൻ കയറി വരും. അതുകൊണ്ട് നിങ്ങൾ ഫോൺ ഉപയോഗം കുറയ്ക്കണം ഗൈസ്. ചിരിച്ചോണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ചിരിച്ചോണ്ട് ഒരാളെ ചാകും ഗൈസ്. അതങ്ങനെ മാനിഷായിപ്പോയി. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് F1 സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു തരാം ഗൈസ്. സത്യം പറഞ്ഞ F1 നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടില്ല ഗൈസ്. എന്ത് പരിപാടിയുടെ കാണിച്ചേ? ഞങ്ങൾ ഇത്ര നേരം പ്രതീക്ഷയോടെ ഇരുന്നല്ലേ.
കുഴപ്പമില്ല. ഓക്കെ ഗീസ്, ഇത് ആഡാകാൻ 2 ചാൻസ് ആണ് ഗീസ് ഉള്ളത്. ഒന്ന് നമ്മുടെ ലംബോർഗിനി ഉറൂസ് ആഡായതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ RGS മെനു വഴി. നിങ്ങൾക്ക് ഏത് തരത്തിൽ ആഡാവാൻ ഇഷ്ടമെന്നത് കമൻറ്റ് ചെയ്യണം. അപ്ഡേറ്റ് വരാൻ കുറേ നേരം എടുക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം RGS മെനു വഴി ആഡാകാനാണ് എൻ്റെ ആഗ്രഹം. ഇത് റേസിംഗ് കാറും കാര്യങ്ങളുമാണ് ഗൈസ്. എത്ര പേർക്ക് ഈ ഒരു F1 കാര്യങ്ങളൊക്കെ ഒന്ന് ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യണം. എനിക്കതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഗൈസ് ഉള്ളത്. ഗൈസ് ഇതിൻ്റെ ഫയൽ ഇപ്പോൾ നമ്മുടെ ഡെവലപ്പർ ഡ്രൈവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഡ്രൈവ് ആക്കിയിട്ട് ലിങ്ക് ആക്കണം, എന്നിട്ട് വേണം നമ്മുടെ RGS മെനു വഴിയിലോട്ട് കൊണ്ടുവരാൻ. വരുവാണെങ്കിൽ ഇത് തന്നെ വരണമെന്നില്ല ഗൈസ്. ചിലപ്പോൾ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് ടീമിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കളറിനും വരും. നിങ്ങൾക്ക് ഏത് കളറിൽ വരാൻ ആഗ്രഹമൊന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എത്ര പേർക്ക് ഈ ഒരു F1 കാറും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കതിൽ ഇത് റൊമ്പ പിടിച്ചിരിക്കുക. നിങ്ങൾക്ക് റൊമ്പ പിടിച്ചോന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് ഭംഗിയല്ലേ ഇത് ഓടുന്ന കാണാൻ തന്നെ. മതി സ്കിപ്പ് ചെയ്യാൻ കുറേ നേരമായി. ഓക്കെ, പിന്നെ നമുക്ക് ഡിഫൻഡറിൻ്റെ ഊപ്പറിൽ അല്ലെങ്കിൽ വേറെ കാറിൻ്റെ ഊപ്പറിലൊക്കെ നമുക്ക് ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴല്ല ഗൈസ്, നമ്മുടെ അപ്ഡേറ്റ് വഴിയായിരിക്കും ഇത് വരാൻ കൂടുതലും ചാൻസ് ഗൈസ്. RGS മെനു വഴി വരാൻ പോകുന്നില്ല, ഏതായാലും അപ്ഡേറ്റ് വഴി വരാനായിരിക്കും കൂടുതൽ ചാൻസ്. നമ്മുടെ കാർ മോഡിഫിക്കേഷൻ്റെ ഒരു ഫീച്ചറില്ലേ, ആ ഒരു ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരാനായിരിക്കും. അത് നമുക്ക് ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണിക്കുമായിരിക്കും. ചിലപ്പോൾ ഈ ഒരു ഡിഫൻഡറിൽ മാത്രമേ പറ്റത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ വേറെ കാറുകളിൽ നിങ്ങൾക്ക് പറ്റുമായിരിക്കും ഗൈസ്. എന്ത് ഭംഗിയാണല്ലോ അത് ഓടുന്ന കാണാൻ. ഇത് കണ്ടാലറിയാം ഇതൊരു AI വീഡിയോ അല്ലെന്ന്. ചിലത് മാത്രമാണ് നമ്മുടെ AI വീഡിയോ ഒക്കെ ആക്കുന്ന ഡെവലപ്പർ. ഇതേതായാലും ഇതിൻ്റെ എന്നായിരുന്നു ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഗൈസ്. അതുകൊണ്ടായിരിക്കും ഇത്ര റിയാലിറ്റി ഒരു വീഡിയോ അവർ തന്നേക്കുന്നത്. ഇത് അതിൻ്റെ അപ്ഡേറ്റ് വരാൻ അതിന് വലിയ താമസമൊന്നും ഇല്ലായിരിക്കും. ഏതായാലും എനിക്ക് ഈ ഒരു ഫ്ലാഗ് വെച്ചുള്ള ഈ ഒരു ഊപ്പർ കാർ ഏതായാലും എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഏതായാലും ഈ ഊപ്പർ കാർ പിടിച്ചിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഏത് രീതിയിലാണ് വരുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. ഇത്രയും പോയിട്ട് അരച്ചല്ലേ ലൈക്കെങ്കിലും. ഇത് നമ്മുടെ ഗെയിമിലേക്ക് മോഡിഫൈഡ് ട്രാക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആകാൻ പോവാണ് ഗൈസ്. പിന്നെ ഏതോ ഒരു ഷീറ്റ് കോഡ് അടിച്ചാൽ നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ ഒരു ട്രാക്ടർ ഉണ്ടായിരിക്കും ഗൈസ്. 8734 അങ്ങനെ ഏതാണ്ടാണ് ഗൈസ്, ഉറപ്പൊന്നും ഇല്ല. ഉണ്ട് നമ്മുടെ ഗെയിമിൽ ഏതായാലും ട്രാക്ടർ. അപ്പോൾ അത് മോഡിഫൈഡ് ആയിട്ട് ഇച്ചിരി കൂടെ നമ്മുടെ ഗെയിമിലേക്ക് ഇന്ത്യൻ ട്രാക്ടർ ആഡാക്കാൻ പോകുന്നു ഗൈസ്. ഇപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ട്രാക്ടറും കാര്യങ്ങളും ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കും ഏതായാലും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഗൈസ് ഉള്ളത്. ഗൈസ് ഇത് വരാൻ ആഗ്രഹമുള്ളവരെല്ലാം ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്ക് ട്രാക്ടർ ആഡാക്കണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആഡാക്കണം, അങ്ങനെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മുടെ ഡെവലപ്പർ മനസ്സലിഞ്ഞ് അത് ഉറപ്പായിട്ടും ആഡാക്കി തരും ഗൈസ്. എനിക്കിതും ரொம்ப പിടിച്ചിരിക്കും ഗൈസ്. ഇത് വരുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കളർ അല്ലെങ്കിൽ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് തീമിൽ തന്നെ ആയിരിക്കും ഗൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയോട് അവസാനിപ്പിക്കാറായിട്ടില്ല ഗൈസ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അതായത് നമ്മുടെ BMW M5 കുറിച്ചാണ് ഗൈസ്. BMW M5 ആടാവുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് ഗൈസ് ഉള്ളത്. അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എന്തിനാ എപ്പോഴും കമന്റ് ചെയ്യാൻ പറയുന്നേ? കമന്റ് ഇട്ടിട്ട് മനുഷ്യനെ കൊല്ലിക്കാനോ? ഓക്കെ ഗൈസ്, അപ്പോൾ BMW M5 ഈ ഒരു ഗ്രാഫിക്സിൻ്റെ മോഡിലായിരിക്കും ആഡാകാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഗൈസ് ഈ ഒരു ഗ്രാഫിക്സിൻ്റെ മോഡിൽ ആഡാകാൻ പോകുന്നത്. ഇത് കുട്ടികളിയാണ്, എങ്കിലും കുഴപ്പമില്ല, ഓടിക്കാനൊക്കെ നല്ല സുഖം കാണും ഗൈസ്. എനിക്ക് ഏതായാലും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഗൈസ് ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ അറിയിച്ചേക്കുന്നേ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ തൽക്കാലം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. എല്ലാവർക്കും ചാനൽ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തുകൊണ്ട് കമൻസിൽ അറിയിക്കുക. പിന്നെ ഫേവറേറ്റ് കാർ ഏതെന്ന് കമൻസിൽ അറിയിക്കാൻ മറക്കരുത്.